നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 മാർച്ച് 7, 8 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു ദിവസം മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ മാർച്ച് 6 രാത്രി 10:18 PM മുതൽ മാർച്ച് 9 രാവിലെ 9:29 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാവുന്നത്. പിന്നെ ഇതൊക്കെ പറഞ്ഞു തരുന്നതിന്, ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല. പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്ന പുതിയൊരു പരിപാടിയുണ്ട്. അത് നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ ദയവായി ഹൈപ്പും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പിന്നെ ഈ നിങ്ങളുടെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾ വാട്സാപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഞാൻ അത് പറഞ്ഞു തരാൻ ശ്രമിക്കാം. അത് ഫോൺ വിളിക്കരുത്, പകരം മെസ്സേജ് ചെയ്യുക. വാട്സാപ്പ്, എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ഓക്കെ, ആദ്യം നമുക്ക് രാഹുകാലം നോക്കാം. എല്ലാവർക്കും കൺഫ്യൂഷനുള്ള ഒരു സംഭവമാണത്. കാര്യം ഈ കലണ്ടറിൽ കിടക്കുന്നതൊന്നും കറക്റ്റല്ല, 100% തെറ്റാണ്. ഓക്കെ, 7-ാം തീയതി, മാർച്ച് 7-ാം തീയതി രാഹുകാലം രാവിലെ 9:40 AM മുതൽ രാവിലെ 11:08 AM വരെയാണ്. ശനിയാഴ്ച സാധാരണ കലണ്ടറിൽ കിടക്കുന്നത് 9 മണി തൊട്ട് 10:30 വരെയാണ്. പക്ഷെ അതല്ല കറക്റ്റ്. 8-ാം തീയതി വൈകിട്ട് 5:04 PM മുതൽ 6:33 PM വരെയാണ് രാഹുകാലം 8-ാം തീയതി. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഫലങ്ങൾ നോക്കാം. ആദ്യം മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ പാദം. മേടം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഭാഗ്യപരീക്ഷകളിൽ സാധ്യതയുണ്ട്. കുംഭമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ഭാഗ്യം, പിതൃഗുണം, സന്താന നേട്ടം. പിന്നെ തീർച്ചയായിട്ടും സൂര്യൻ, ചൊവ്വ, സർപ്പം, ശുക്രൻ ഇവയെല്ലാം അനുകൂലമായതുകൊണ്ട് ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും. അതായത് പ്രത്യേകിച്ച് പിതൃ സ്വത്ത് ലഭിക്കാം. അതിൻ്റെ ക്രയവിക്രയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃഷി വഴിയോ അല്ലെങ്കിൽ ഈ റിയൽ എസ്റ്റേറ്റ് വഴിയോ അല്ലെങ്കിൽ ലോൺ വെക്കുകയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിന്ന് ധനവരവ് പ്രതീക്ഷിക്കാം. പിന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച ഉണ്ടാവും. നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റം. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. മേടൻ രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ശനി 7 ശനിയായി തുടരുന്നു. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക, വ്രതമെടുത്ത്. ഓക്കെ, ഇനി ഇടവൻ രാശി. കാർത്തിക അവസാനം 3 പാദം, രോഹിണി, മകയിര ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ആണ് ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ നേട്ടമുള്ളത്. ഇടിവെട്ട് സൗഭാഗ്യം കൃത്യമായിട്ട് പറയാം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നത് മാത്രമല്ല, ഒരു ഗ്രഹം പോലും ഡയറക്റ്റായിട്ട് പ്രതികൂലമല്ല. 2 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമാണ്. ഓക്കെ, ഇവർക്ക് എന്തും നേടാവുന്ന ദിവസങ്ങളാണ്. ബന്ധങ്ങൾ ഊഷ്മളമാവും. പുതിയ സുഹൃത്തുക്കളെ കിട്ടും. സമൂഹത്തിൽ ഉന്നതരായിട്ട് ബന്ധപ്പെടാനും അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കാനും അതുവഴി ഇപ്പോൾ അല്ലെങ്കിൽ ഭാവിയിൽ നേട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. അതുപോലെ കുംഭം, മീനം മാസങ്ങളിൽ ഇവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും. തൊഴിൽ രംഗത്ത് അല്പം തിരക്ക് പിടിച്ച ഒരവസ്ഥയായിരിക്കും. പക്ഷേ അത് ഇവർക്ക് ഗുണകരമായിട്ട് ഇവർക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പിതൃസ്വത്ത് ലഭിക്കാം. പിതാവിൽ നിന്ന് എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, അതുപോലെ തന്നെ സന്താന ഗുണം, പിതൃഗുണം, നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങൾ. പൊതുവെ ഇടവൻ രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള
ഇടിവെട്ട് സൗഭാഗ്യമാണ്. ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ നേട്ടം കിട്ടാൻ പോകുന്നത് ഇടവൻ രാശിക്കാണ്. ഇനി മിഥുനം രാശി. മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർത ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും 2 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടും ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് 2 ഗ്രഹങ്ങളുമുണ്ട്. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിലും വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് വരും. എങ്കിലും അത്ര വലിയ ഗുണകരമായ ദിവസങ്ങളൊന്നുമല്ല. എങ്കിലും മോശമല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ നടക്കും. കാര്യം ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ശനി വ്യാഴവും ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ കുഴപ്പം. ബാക്കി 7 ഗ്രഹങ്ങൾ നമുക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടും അനുകൂലമായിട്ടും നിൽക്കുന്നു. അത്യാവശ്യം നേട്ടമൊക്കെ ഉണ്ടാവാം. ഓക്കെ, ഗുണദോഷ സമ്മിശ്രമെന്ന് ഞങ്ങൾ പറയുന്നു. ഇനി കർക്കിടകം രാശി. പുണർതം അവസാന പാദം, പൂയ ആയില്യം. കർക്കിടകം രാശിക്ക് അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. സൂര്യൻ, ചൊവ്വ, സർപ്പം ഇവ അഷ്ടമത്തിൽ നിൽക്കുന്നു. ഓക്കെ, ബുധൻ അഷ്ടമത്തിലാണെങ്കിലും അനുകൂലമാണ്. ബുധനും ശുക്രനും അനുകൂലമാണ്. കലാസാഹിത്യ രംഗത്തും ഭൗതിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. എങ്കിലും പൊതുവെ എല്ലാത്തിനും ഒരു തടസ്സമുണ്ടാവും. ശനി 9ാം ഭാവത്തിലാണ്. ഇവർക്ക് അത്ര വലിയ നേട്ടങ്ങളുള്ള ദിവസങ്ങളല്ല. അത്യാവശ്യം ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതായത് കാര്യം അഷ്ടമത്തിൽ 3 പാപഗ്രഹങ്ങൾ നിൽക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ നമുക്ക് ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവാം. അപ്പോൾ നമ്മൾ ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. അതുപോലെ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ ഈ ശിവക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. കർക്കിടകം രാശിക്ക് അത്ര നല്ല ദിവസങ്ങളല്ല. ഇനി ചിങ്ങം രാശി. മകം, പൂര, ഉത്തരം ആദ്യ പാദം. ചിങ്ങം രാശിക്ക് അല്പം പ്രശ്നമുള്ള ദിവസമാണ്. ചന്ദ്രനും ശുക്രനും വ്യാഴവും ഒക്കെ അനുകൂലമാണ്. എങ്കിലും ഇവർക്ക് 5 പാപഗ്രഹങ്ങൾ പ്രതികൂലമാണ്. ഓക്കെ, അഷ്ടമശനി. ഓക്കെ, അപ്പോൾ നമ്മൾ വ്രതം എടുത്ത് ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാട് നടത്തുക. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. എങ്കിലും ഇവർക്ക് ചന്ദ്രൻ ഉൾപ്പെടെ ശുക്രനും വ്യാഴവും ഒക്കെ അനുകൂലമാണ്. ഈ ഗുണദോഷ സമ്മിശ്രമെന്ന് പറയാൻ പറ്റില്ല. അത്യാവശ്യം ദോഷകരമായിട്ടുള്ള ദിവസങ്ങളാണ്. കഴിവതും ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും, ബന്ധങ്ങൾ ഊഷ്മളമാവും. എങ്കിലും അതിനൊക്കെ ഒരു വലിയ തടസ്സങ്ങൾ പ്രതീക്ഷിക്കുക. അത് ഈ 7ാം ഭാവത്തിൽ ഇവർക്ക് 3 പാപഗ്രഹങ്ങൾ നിൽക്കുന്നു. അപ്പോൾ ജീവിത പങ്കാളിയായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വിവേകപൂർവ്വം പരിഹരിക്കാം. ഇനി കന്നിരാശി. ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ശനി 7ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് പിതൃസ്വത്ത് ലഭിക്കാം. ശത്രുക്കൾ നിഷ്പ്രഭരാവും. കുംഭമാസം മുഴുവൻ തൊഴിൽ ഭാഗ്യം, പിതൃഗുണം, സന്താന നേട്ടം, പിന്നെ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച, ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. കന്യരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി തുലാം രാശി. ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. കാരണം ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവുമില്ല. 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയസാധ്യതയുണ്ട്. ബന്ധങ്ങൾ ഊഷ്മളമാവും. സാങ്കേതിക രംഗത്ത് മേന്മകളുണ്ടാവും.
വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഭൗതിക സുഖങ്ങൾ, ദൈവാധീനം, അതുപോലെ തന്നെ പുതിയ സുഹൃത്തുക്കളെ ലഭിക്കാം, നേട്ടമുണ്ടാവും. ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ട്. തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി വൃശ്ചികം രാശി, വിശാഖം അവസാന പാദം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. 2 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. ബുധനും ശുക്രനും അനുകൂലമായതുകൊണ്ട് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. ഇവർ തിങ്കളാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ധനുരാശി, മൂലം പൂരാട ഉത്രാട ആദ്യ പാദം. ധനുരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. എങ്കിലും ശനി കണ്ടക ശനിയായിട്ട് തുടരുന്നു. അപ്പോൾ ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. വ്രതമെടുത്ത് ഇവർക്ക് പിതൃസ്വത്ത് ലഭിക്കാം. തൊഴിൽ ഭാഗ്യം ഈ കുംഭമാസം മുഴുവൻ ഉണ്ടാവും. പിതൃഗുണം, സന്താന നേട്ടം, ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച, നിയമപരമായ കാര്യങ്ങളിൽ അനുകൂലമായ മാറ്റം, ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ബന്ധങ്ങൾ ഊഷ്മളമാവും. പുതിയ സുഹൃത്തുക്കളെ ലഭിക്കും. സമൂഹത്തിൽ ഉന്നതരുമായിട്ട് ബന്ധം സ്ഥാപിക്കാനും അതുവഴി നേട്ടം ഉണ്ടാക്കാനും പറ്റും. ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ദൈവാധീനം. ദാമ്പത്യ ജീവിതത്തിൽ ഊഷ്മളമായ നിമിഷങ്ങളുണ്ടാവും. ഇനി മകരം രാശി, ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് നല്ല കാലം ഇങ്ങനെ ചെറുതായിട്ട് അടിവെച്ച് വരികയാണ്. താമസിയാതെ, അതായത് ഇനിയുള്ള കുറച്ച് കാലം ഈ ദോഷാധിക്യം എന്തായാലും വരില്ല ഉടനെ ഒന്നും. അത് നമ്മൾ ഗ്യാരണ്ടി പറയുന്നു. അവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കുന്നുണ്ട്. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. സാങ്കേതിക മികവ് കൊണ്ട് നേട്ടങ്ങളുണ്ടാവും. വ്യാഴം പ്രതികൂലമാണ്. അത് പക്ഷേ ജൂൺ 2-ന് മാറും, അനുകൂലമായിട്ട് മാറും. ഓക്കെ, ഇവർ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വഴിപാട് നടത്തുക. പൊതുവെ ഇവർക്ക് 3 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും 4 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടും 2 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടും നിൽക്കുന്നു. അപ്പോൾ പ്രതികൂലമായിട്ടുള്ള ഗ്രഹങ്ങളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ഓക്കെ, മകരരാശിക്ക് താമസിയാതെ ഗുണാധിക്യമൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി കുംഭൻ രാശി, അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭൻ രാശിക്ക് ദോഷാധിക്യമാണ്. ഇവർക്ക് 5 ഗ്രഹങ്ങൾ പാപഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നു ഡയറക്റ്റായിട്ട്. ഞായറാഴ്ച ശിവന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക എല്ലാ ദിവസവും. ശുക്രനും വ്യാഴവും അനുകൂലമാണ്. എങ്കിലും 5 ഗ്രഹങ്ങൾ പാപഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നത് നമുക്ക് മറികടക്കാൻ പ്രയാസമാണ്. എങ്കിലും മന്ത്രജപങ്ങൾ, ക്ഷേത്രദർശനം, ദാനധർമാദികൾ, അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, ഇവയെല്ലാം പാലിച്ചാൽ ഈ ദോഷാധിക്യം മറികടന്ന് നമുക്ക് ഗുണാധിക്യം നേടിയെടുക്കാൻ പറ്റും. ശുക്രനും വ്യാഴവും അനുകൂലമായതിനാൽ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഉണ്ടാവുമെങ്കിലും അതിനൊക്കെ തടസ്സങ്ങൾ പ്രതീക്ഷിക്കാം. ബന്ധങ്ങൾ ഊഷ്മളമാവും. ഭൗതിക സുഖങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിലും അതിനെല്ലാം തന്നെ ഒരു തടസ്സം പൊതുവെ മോശപ്പെട്ട ദിവസങ്ങളാണ് കുംഭൻ രാശിക്ക്. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവർ മാറ്റിവെക്കാം. ഓക്കെ, ഇനി മീനം രാശി, പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. ഇവർക്ക് പ്രതികൂലമാണ് ദിവസം.
ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് 5 പാപഗ്രഹങ്ങളും ബുധനും നിൽക്കുന്നു. അപ്പോൾ കഴിവതും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുക. ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ, തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ, ബുധനാഴ്ച ശ്രീകൃഷ്ണന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ജന്മശനിയായതിനാൽ വ്രതമെടുത്ത് നമ്മൾ ശനിയാഴ്ച ശിവന്, അയ്യപ്പൻ, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് അത്ര നല്ല ദിവസങ്ങളല്ല. ധനപരമൊക്കെ ഉണ്ടാവും എങ്കിലും പൊതുവെ ഇവർക്ക് തടസ്സങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെയാണ്. ദേഹാസ്വസ്ഥയൊക്കെ നോക്കാം. നമ്മൾ അത് മന്ത്രജപങ്ങളും ക്ഷേത്രദർശനവും വഴി മറികടക്കാൻ ശ്രമിക്കുക. അങ്ങനെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് ഭാഗ്യ നിറങ്ങൾ നോക്കാം. 7-ാം തീയതി ശനിയാഴ്ച കറുപ്പ്, നീല. 8-ാം തീയതി ഞായറാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 7-ാം തീയതി രാവിലെ 5:05 AM മുതൽ രാവിലെ 5:53 AM വരെയാണ് 7-ാം തീയതി ബ്രഹ്മമുഹൂർത്തം. 8-ാം തീയതി രാവിലെ 5:04 AM മുതൽ രാവിലെ 5:52 AM വരെയാണ് 8-ാം തീയതി ബ്രഹ്മമുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തം 7-ാം തീയതി ഉച്ചയ്ക്ക് 12:14 PM മുതൽ ഉച്ചയ്ക്ക് 1:01 PM വരെയാണ് 8-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. 7-ാം തീയതി 12:14 തൊട്ട് 8-ാം തീയതി 12:13 തൊട്ട് അഭിജിത്ത് മുഹൂർത്തം. ഓക്കെ, ബ്രഹ്മമുഹൂർത്തത്തിലും അഭിജിത്ത് മുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്കും ക്ഷേത്ര ദർശനത്തിനും സമയം കണ്ടെത്തുക. ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം. 7-3-2026 2 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 1, 7, 3, 9, 6 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 8-3-2026 3 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 8, 9, 2, 6, 0 ഇവയും ഭാഗ്യസംഖ്യകളാണ്. വെളിച്ചച്ചാലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.